ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയതായി എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ ചെയ്താൽ കൊള്ളാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് റൊട്ടീൻ. എൻ്റെ മോർണിംഗ് റൊട്ടീനുള്ള ഡേ ഇൻ മൈ ലൈഫൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് എൻ്റെ മോളുടെ ഹേസുവിൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ്. എല്ലാ ദിവസവും ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല, കാരണം ഓരോ ദിവസം ഓരോ രീതികളായിരിക്കും. അവളെ മൂഡ് അനുസരിച്ചിരിക്കും. ചില ദിവസങ്ങളിൽ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും എഴുന്നേക്കുന്നത്, ചില ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ കരഞ്ഞുകൊണ്ടായിരിക്കും എഴുന്നേൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതനുസരിച്ചൊക്കെ ഇരിക്കും അവൾ അന്നത്തെ ഒരു ദിവസം. ഒരു ഉച്ച വരെയൊക്കെ ചിലപ്പോൾ അലമ്പായിരിക്കും, കരഞ്ഞിരിക്കും. ചിലപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പിന്നെ അവൾ എഴുന്നേറ്റ് നേരെ താഴോട്ട് വന്നു. താഴോട്ട് വരും. പിന്നെ അവളവിടെ പോട്ടി ഇരിപ്പുണ്ട്, നേരെ പോട്ടിയിൽ കൊണ്ടിരുത്തി. ഇപ്പോൾ രാവിലത്തെ കാര്യങ്ങളെല്ലാം അവളവിടെ കഴിഞ്ഞോളും. പിന്നെ ഇപ്പോൾ ഈ പോട്ടിയിലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഇങ്ങനെ കരയുകയാണ്. ചില ടൈമിൽ കുഴപ്പമില്ല, അവൾ ഹാപ്പി ആയിട്ടിരുന്നോളും. ചില ദിവസം അല്ലെങ്കിൽ ചില സമയങ്ങൾ അവളിങ്ങനെ ഇച്ചിരി കരച്ചിലായിരിക്കും. പക്ഷെ ഞാൻ കൂടെ ഇരുന്ന് ഇങ്ങനെ കളിപ്പിച്ചൊക്കെ ഇരുന്ന് അവളവിടെ ഇരുന്നോളും, കുഴപ്പമില്ല. അങ്ങനെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഈ വെള്ളം നനയ്ക്കാനൊക്കെ ഇഷ്ടമാണ്. എന്നാലും രാവിലെയൊക്കെ വന്നിട്ടിങ്ങനെ മുഖമൊക്കെ കഴുകുന്ന പറയുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ഇങ്ങനെ കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. പക്ഷെ ആളിന്ന് ഭയങ്കര ഉഷാറായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ 6 പല്ല് വന്നിട്ടുണ്ട്, മുകളിലും 3 പല്ല്, താഴെ 3 പല്ല്. പല്ല് വെച്ച് ഇങ്ങനെ കൈ വെച്ചിങ്ങനെ പല്ലിലാക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൾ ഭയങ്കര എൻജോയ് ചെയ്യും കേട്ടോ. പിന്നെ നല്ല കടിയും തരും ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഡൈപ്പർ രാത്രി ഇട്ട് കൊടുത്തിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അത് മാറ്റും. പിന്നെ അതിന് ശേഷം എന്തെങ്കിലും ഷഡ്ഡി എന്തെങ്കിലും ഇട്ട് കൊടുക്കും. പിന്നെ കുളിപ്പിച്ച ശേഷമായിരിക്കും വീണ്ടും ഡൈപ്പർ ഇട്ടിട്ട് പിന്നെ ആളങ്ങ് ഉറങ്ങുമല്ലോ. അവളിങ്ങനെ യൂറിൻ പാസ് ശേഷം ഇങ്ങനെ ഡ്രൈ ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടായിരിക്കും കിടക്കുന്നത്. എന്നാൽ പോലും നനഞ്ഞു കഴിഞ്ഞ് അപ്പം തന്നെ എഴുന്നേക്കും. പിന്നെ കരച്ചിലും ബഹളമായിരിക്കും. ഉറക്കം അങ്ങനെ ശരിയാകത്തില്ല. അതുകൊണ്ടാണ് ഉറങ്ങുമ്പോഴും ഇങ്ങനെ ഡൈപ്പറൊക്കെ ഇട്ട് ഉറക്കുന്നത്. ആളിപ്പോഴും മറ്റേ ടാറ്റേ, ഹായ്, ബൈ, ഉമ്മ, ഫ്ലൈയിങ് കിസ്സൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാനത് കാണിക്കാൻ പറയുവാണ്. അങ്ങനെ പിന്നെ നേരെ കിച്ചണിലോട്ട് വന്നിട്ട് അവളെ ഗ്ലാസ്സാണ് കേട്ടോ, കുഞ്ഞ് ഗ്ലാസ്. ഇതിൽ കുറച്ച് ചൂടുവെള്ളം കൊടുക്കുന്നതാണ്. ചൂടുവെള്ളം വെള്ളം ഇഷ്ടമാണ്, എന്നാലും ഒത്തിരി ഒന്നും അങ്ങനെ കുടിക്കത്തൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഇങ്ങനെ വെള്ളമൊക്കെ കുടിക്കും. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തായാലും ഇച്ചിരി വെള്ളം കുടിക്കും. അതും പകുതി തുപ്പിക്കളയും, കുറച്ചൊക്കെ ആയിരിക്കും ഉള്ളിലോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നേരെ അവളെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മൾ രാവിലെ എന്തുണ്ടാക്കുന്നത് അത് കൊടുക്കുക ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവൾക്ക് കൊടുക്കാൻ പറ്റാത്ത ഫുഡ്, ദോശ, ഇഡലി അങ്ങനത്തെ ഫുഡൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ രാവിലെ കൊടുക്കുന്നത്. അല്ല വേറെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് കുറുക്ക് കൊടുക്കും. പിന്നെ ഓരോ ദിവസം ചിലപ്പോൾ മുട്ട പുഴുങ്ങിയത് അവൾക്ക് രാവിലെ കൊടുക്കും. മുട്ട പുഴുങ്ങിയതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മുട്ട പുഴുങ്ങിയത്, പിന്നെ ബനാന നമ്മുടെ ഇങ്ങനെ നെയ്യിലിട്ട് വരട്ടി കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവൾക്ക് രാവിലെ ദോശ കൊടുത്തു. പിന്നെ അവളെ ഒരു പ്ലേറ്റിൽ തന്നെ കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കും, അവൾക്ക് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്. അവൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്. അവൾ കുറച്ചൊക്കെ കഴിക്കും, കുറച്ചൊക്കെ തട്ടി താഴെയിടും, കുറച്ചൊക്കെ കൈ കൊണ്ടിങ്ങനെ അലമ്പായിരിക്കും. അങ്ങനെ കുറച്ച് സമയം എൻജോയ് ചെയ്ത് അവളങ്ങനെ ഫുഡൊക്കെ കഴിച്ച്. അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ കുറച്ച് നേരം ആളിരുന്ന് കളിക്കും. തന്നെ ഇരുന്ന് കളിച്ചോളും. അവളെ കുറച്ച് കളിപ്പാട്ടങ്ങൾ കൂടി ഇട്ട് കൊടുത്തപ്പോൾ, പക്ഷേ അവൾ നോക്കുമ്പം നമ്മളെല്ലാവരും ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കാണണം. അവൾ നോക്കുന്ന സ്ഥലത്ത് നമ്മൾ കാണണം. ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നിൽക്കുന്നിടത്ത് ഓടി വരും. പിന്നെ അല്ലെങ്കിൽ പിന്നെ കരച്ചിലാവും, ബഹളമാവും. പിന്നെ നമ്മളെ കണ്ട് എപ്പോഴും അവളൊന്ന് വായിച്ചാണ്. കാരണം ഇപ്പം എന്ത് കിട്ടിയാലും വായിക്കാത്ത വെക്കുന്നൊരു പരിപാടിയുണ്ട്. നമ്മൾ കാണാത്തത് പോലെ അവൾ കണ്ടുപിടിച്ച് അത് വായിക്കാത്ത വെക്കും. പിന്നെ അവളെ കുറച്ച് നേരം കളിച്ച ശേഷം ഞാനാണെങ്കിൽ അവൾക്ക് നഖം വെട്ടി കൊടുക്കുകയായിരുന്നു. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്ന ഒരു നെയിൽ ട്രിമ്മർ. എനിക്ക് തോന്നുന്നു അതിപ്പോൾ വെറുതെ വാങ്ങിയതാണ്. അതവൾ ഉപയോഗിക്കാനേ സമ്മതിക്കത്തില്ല. ഈ നെയിൽ കട്ടറിൽ അവൾ പിന്നെ ഓക്കെ ബഹളമൊന്നും ഉണ്ടാക്കാണ്ട് മിണ്ടാതിരുന്നോളും. പക്ഷെ ആ ട്രിമ്മർ യൂസ് ചെയ്യണതും അവൾ കൈ മാറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവത്തിന് ഇങ്ങനെ
പിടിച്ച് മാറ്റും. അവളെ നെയിലിൽ വെക്കാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് എനിക്കത് യൂസ്ഫുൾ പ്രോഡക്റ്റേ അല്ലായിരുന്നു. കുഞ്ഞിലെ ഓക്കെ ആയിരുന്നു, അവൾ കുഞ്ഞ് ബേബി ആയിരിക്കുന്ന ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോൾ എനിക്ക് ബെറ്ററായിട്ട് തോന്നുന്നത് നെയിൽ കട്ടറാണ്. പക്ഷേ വേറെ കുഞ്ഞുങ്ങളൊന്നും ഓക്കെ ആയിരിക്കും, കുഴപ്പമുണ്ടാവത്തില്ല. പക്ഷേ ഇവൾ സമ്മതിക്കത്തില്ലായിരുന്നേ. അതിനെ നെയിലൊക്കെ വെട്ടിയതിന് ശേഷം അവളാണെങ്കിൽ അത് തൊടണം. അതാണ് അവളെ ലക്ഷ്യം. എങ്ങനെയെങ്കിലും നിന്നുകൊണ്ട് അവൾക്കത് തൊടണം. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയാണല്ലോ, സ്വിച്ചും ബോർഡ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചതിന് ശേഷം അവളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം അതിന് മുമ്പായിട്ട് കുറേ നേരം എണ്ണ ദേഹത്ത് തേച്ച് എനിക്കൊരു 1/2 മണിക്കൂർ 20 മിനിറ്റും അവളെ ദേഹത്ത് ഇങ്ങനെ പുരട്ടി നിർത്താറുണ്ട്. കൂടെ ഞാനും നിൽക്കും, അല്ലാന്നുണ്ടെങ്കിൽ എഴഞ്ഞ് തെന്നി എവിടെയെങ്കിലുമൊക്കെ പോയി വീഴും. അപ്പോൾ അവളെ കൂടെ നിന്നിട്ട് 1/2 മണിക്കൂറോ അല്ലെങ്കിൽ 20 മിനിറ്റൊക്കെ കഴിഞ്ഞ ശേഷം നേരെ അവളെ കുളിപ്പിക്കാൻ കൊണ്ടുപോകും. കുളിക്കുന്നത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കുളിക്കുന്നതെന്ന് വെച്ചാൽ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്. എത്ര തണുത്ത വെള്ളമാണെങ്കിലും ആൾ മിണ്ടാതിരുന്നോളും, എത്ര സമയം വേണമെങ്കിലും ഇരുന്നോളും, ഹാപ്പി ആയിട്ട് കുളിച്ചിട്ട് വരും. പക്ഷെ കുളിച്ച് കഴിഞ്ഞിട്ട് വന്ന് പിന്നെ ചെറുതായിട്ടൊരലമ്പായിരിക്കും കേട്ടോ. പിന്നെ നേരെ വന്ന് ക്രീമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത്, ക്രീമും ഡയപ്പറും ഒക്കെ ഇട്ട് കൊടുത്തു. അവളെ റെഡിയാക്കിയതിന് ശേഷം അവൾക്കൊരു പഴം കൊടുത്തായിരുന്നേ. ഒന്നുകിൽ കുളിക്കുന്നതിന് മുമ്പ് അവൾക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സോ പഴമോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. അവൾ ആവശ്യം അനുസരിച്ചായിരിക്കും കൊടുക്കുന്നത്. ഇന്ന് അവൾക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ ഇനി അവളെ പരിപാടി ഉറങ്ങുന്നതാണ്. ഇനി കുറേ സമയം ഉറങ്ങും. അപ്പോൾ ഇതാണ് അവളെ ചെറിയൊരു മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ.